ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എത്തിങ്ങാന സ്കൂളിൻ്റെ മാനേജർ പ്രിയപ്പെട്ട ശ്രീ കെ ടി കുഞ്ഞാൻ, ഈ മാമാങ്കം 2026 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ടി സംസുദ്ദീൻ, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ പി കെ മുബഷിർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറാജ് തുള്ളിശ്ശേരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ഉമ്മർകുട്ടി, അതുപോലെ തന്നെ വേദിയിലുള്ള ഏറ്റവും ആദരണീയരായ എത്തിങ്ങാന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റു ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായ വ്യക്തിത്വങ്ങൾ, പി ടി എയുടെയും എം പി ടി എയുടെയും ഒക്കെ ഭാരവാഹികൾ, അതിലുപരി ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഒരു പ്രസംഗത്തിന് അനുയോജ്യമായ ഒരു സദസ്സല്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ കുറഞ്ഞ വാക്കുകളിൽ അവസാനിപ്പിച്ചത്. ഞങ്ങളെല്ലാവരും അതുപോലെ തന്നെ ഒരു ആശംസ നേരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇവിടെ നിന്നിട്ടുള്ളത്. നിങ്ങളെല്ലാം നമ്മുടെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാനുള്ള ഒരു മൂഡിലും ആവേശത്തിലുമാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഒരു നിർവികാരമായ മുഖത്തോടെ ഈ പ്രസംഗം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ എന്നുള്ള രീതിയിലാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മുടെ സ്കൂള് 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ വണ്ടൂരിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചുവടുവെപ്പുകളുമായി, പുതിയ പ്രതീക്ഷകളുമായി പോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ 50 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 2 വാക്കും, അതോടൊപ്പം 36 വർഷങ്ങൾ നീണ്ട ജീവിതത്തിലെ തന്നെ 36 വർഷങ്ങൾ ഈ സ്കൂളിന് വേണ്ടി ചിലവഴിച്ച ഷഫീഖ് മാഷും അതുപോലെ തന്നെ സഫിയ ടീച്ചറും റിട്ടയർ ചെയ്യുകയാണ്. അവരുടെ ഈ നീണ്ട കാലത്തെ അവരുടെ സേവനത്തിനുമുള്ള ഒരു അംഗീകാരം നമുക്ക് ഈ സദസ്സിൻ്റെ ഒന്നാകെ അനുഗ്രഹത്തോടെ നൽകണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് 2 വാക്ക് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഊന്നൽ നൽകുന്നത്, ഇവിടുത്തെ കഴിഞ്ഞ കാല പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഞാൻ സ്ഥിരമായി ആവർത്തിച്ച് പറയാറുള്ളതാണ്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ആ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോകാൻ കഴിയൂ എന്നുള്ള ഉറച്ച ബോധ്യം ഇന്ന് രക്ഷിതാക്കൾക്കുണ്ട്. മുൻകാലങ്ങളിൽ അതായിരുന്നില്ല നമ്മുടെ നാട്ടിലെ സ്ഥിതി. പഠിക്കാൻ പേരിന് മാത്രം സ്കൂളിൽ വിടുകയും, എന്നാൽ സ്കൂളിൽ പോയോ? പോയി. എത്ര വരെ പഠിച്ചു? 6, 7, 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വിദൂരമായ സ്വപ്നങ്ങൾ കാണാൻ നമ്മുടെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. അവർ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യവും ബോധവും ഇന്ന് നമ്മുടെ കുട്ടികൾക്കുണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോൾ +1 ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് അധ്യാപകർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്തിരുന്നിടത്ത് ഇന്ന് അവർ 8ാം ക്ലാസ്സിലെത്തുമ്പോൾ അവർ തീരുമാനിക്കും, ഞാൻ +1 അഡ്മിഷൻ എടുക്കുമ്പോൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നുള്ളത് ഇന്ന് നമ്മുടെ കുട്ടികൾ തീരുമാനിക്കുക. +2 പഠനം കഴിഞ്ഞാൽ ഞങ്ങൾ എവിടേക്ക് പോകണം എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ബോധ്യം ഇന്ന് നമ്മുടെ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റം ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ജില്ലക്ക്, കേരളത്തിനും ഇന്ത്യക്കും അഭിമാനകരമായി നമുക്കുണ്ട്. അറിയാം, ഒരു കാലത്ത് സാക്ഷരത കൊണ്ടുവന്ന് ആ സാക്ഷരതാ മിഷൻ ഏറ്റവും കൂടുതൽ കൃത്യമായി പ്രവർത്തിച്ച ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഇപ്പോഴും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സാക്ഷരതാ മിഷനിലൊക്കെ ഓരോ വർഷവും വരുന്ന കുട്ടികളുടെ ആളുകളുടെ എണ്ണം നോക്കിയാൽ നമുക്കറിയാം, അവരൊക്കെ ഒരു കാലത്ത് പഠിക്കാൻ കഴിവുണ്ടായിട്ടും പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് ജീവിത വഴികളിലേക്ക് തിരിഞ്ഞു പോയവരാണ്. അത്തരം ആളുകൾ പോലും ഇന്ന് വന്ന് സാക്ഷരതാ മിഷനിലൂടെ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +2 ഒക്കെ എഴുതിയെടുത്ത് ബിരുദവും ഒക്കെ എഴുതിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
3, 4, 5 കുട്ടികളുള്ള ആളുകളൊക്കെ, അതല്ലെങ്കിൽ എത്ര തിരക്കുകളുള്ള ആണുങ്ങളാണെങ്കിലും അവരുടെ ജോലി തിരക്കിനിടയിൽ പോലും അവർ ക്ലാസ്സിന് ഞായറാഴ്ചകളും ശനിയാഴ്ചകളും ഒക്കെ സാക്ഷരതാ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പരീക്ഷ എഴുതാനും ഒക്കെ അവർ സമയം കണ്ടെത്തുന്നത് ആ ഒരു മാറ്റമാണ്. ഓരോ വർഷവും നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ആ വിദ്യാഭ്യാസം പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയവരാണ് ഇന്നത് ആ ലക്ഷ്യം എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ തുടക്കം തൊട്ട് തന്നെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള ഓട്ടത്തിലാണ്. അത്തരത്തിൽ ആ പ്രതീക്ഷകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതീക്ഷകൾക്ക് നിറം പകരുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അറിയാം, വണ്ടൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊട്ടേറെ സാധാരണക്കാരായ ആളുകൾ വസിക്കുന്ന തികച്ചും ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഈ വണ്ടൂർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ് വരെ അത് പാഠ്യേതര വിഷയങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാ മത്സര പരീക്ഷകളിലും പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ ട്രോഫികളൊക്കെ അതിൻ്റെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. LSSഉം USSഉം NMMSഉം പോലെയുള്ള പരീക്ഷകൾ എഴുതി, അതുപോലെ തന്നെ കലാ മത്സരങ്ങളിൽ സബ് ജില്ലാ കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലുമൊക്കെ അവാർഡുകൾ വാങ്ങി കായിക മേഖലയിൽ കഴിവ് തെളിയിച്ച് സമസ്ത മേഖലയിലും സ്പർശിച്ചു പോകാൻ ഉജ്ജ്വലമായ പിന്തുണ ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്ന് കുട്ടികൾക്കുണ്ട്. രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഒരുക്കി വീട്ടിലേക്ക് വിടുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. സ്വന്തം കുടുംബത്തിലെ കുട്ടികളെ നോക്കുന്നതിനേക്കാൾ, സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായി ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സ്കൂളുകളിലും, ഇവിടെ മാത്രമല്ല എല്ലാ സ്കൂളുകളിലും അധ്യാപകർ കുട്ടികളെ പരിപാലിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലുമൊക്കെ അവധി ദിവസങ്ങളിൽ പോലും ക്ലാസ് എടുക്കാനും വൈകുന്നേരങ്ങളിൽ അതിന് സമയം കണ്ടെത്താനും ഇന്ന് എല്ലാ സ്കൂളുകളും തയ്യാറാകുന്നു. അതൊരു മാറ്റമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയെടുത്തത്. മുമ്പൊന്നും അതായിരുന്നില്ല സ്ഥിതി. പാഠപുസ്തകങ്ങളിലുള്ള പാഠങ്ങൾ വായിച്ചു പോകുക, അത് പഠിക്കേണ്ടവർക്ക് പഠിക്കാം, അല്ലാത്തവർ പഠിക്കാതിരിക്കാം എന്നുള്ളൊരു ശൈലിയായിരുന്നു മുൻകാലങ്ങളിലൊക്കെ. അതിൽ നിന്ന് മാറി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മുന്നോട്ട് വരാനുള്ള എല്ലാ മാർഗങ്ങളും ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ സ്വീകരിക്കുന്നുണ്ട്. മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മാത്രം പഠിപ്പിച്ചാൽ മതി എന്നുള്ളൊരു സംസ്കാരം ഒരു 10 വർഷം മുമ്പ് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന് എല്ലാ വിഷയങ്ങളും എല്ലാം കുട്ടികൾ പഠിക്കണം എന്നുള്ള രീതിയിലേക്കും രക്ഷിതാക്കൾ മാറിക്കണം. ആ പഠനത്തോടൊപ്പം തന്നെ, പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന പഠനത്തോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ മക്കളെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, സമൂഹത്തിൽ സഹജീവികളോട് കരുണ കാണിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ കൂടിയാണ് നമ്മുടെ പൊതുസമൂഹം ഇന്ന് പഠിക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സന്തോഷം നൽകുന്ന വാർത്തകളല്ല ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ആഴ്ചകൾക്ക് മുമ്പാണ് 15 വയസ്സുള്ള ഒരു പെൺകുട്ടി നമ്മുടെ പരിസര പ്രദേശത്ത് കൊല്ലപ്പെട്ടത്. അതിൽ പ്രതി ചേർക്കപ്പെട്ടത് സഹപാഠിയായ സമപ്രായക്കാരനായ ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ തിന്മകൾ, ലഹരി ഉൾപ്പെടെയുള്ള മാരകമായ പല വിഷയങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തെ, വിദ്യാർത്ഥികളെ കാർന്നു തിന്നുന്ന രീതിയിൽ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ എതിരെയാണ് നമ്മൾ ജനപ്രതിനിധികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാനേജ്മെൻറ്റും എല്ലാം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ടത്. പ്രയാസപ്പെടുന്നവരുണ്ടാകാം, എല്ലാം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളല്ല. പ്രയാസങ്ങളും പരിമിതികളുമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു, ഏറെ വേദനിപ്പിക്കുന്ന, അതല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആരുടെയും കണ്ണലിയിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് കണ്ടു. ഒരു കുട്ടി, ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടതാണ്. ഉമ്മ അസുഖം ബാധിച്ച് കിടപ്പിലാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോകാതെ 2 മണിയാകുമ്പോൾ 25 ചായ നിറച്ചൊരു ക്യാനുമായി പെരിന്തൽമണ്ണ ബൈപ്പാസിൽ വന്ന് നിൽക്കും. രാത്രി ആകുവോളം നിന്ന് ആ 25 ചായ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബം പുലർത്തണം, അതുപോലെ തന്നെ സ്വന്തം ഉമ്മയുടെ ചികിത്സയും നടത്തണം. സോഷ്യൽ മീഡിയയിലൊക്കെ ആ വാർത്ത കണ്ട് ഒരുപാട് ആളുകൾ ആ കുട്ടിയെ സഹായിക്കാൻ, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത് അവർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് ആളുകൾ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപാട് ആളുകൾ, അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്. പ്രയാസപ്പെടുന്നവരെവിടെയുണ്ടെങ്കിലും അവിടെ ഓടിയെത്താൻ മറ്റുള്ള
സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് വിശിഷ്യ മലബാർ മേഖലയിൽ, നമ്മുടെ ഈ മലപ്പുറം മേഖലയിലൊക്കെ ആളുകൾ ഒരു ചെറിയ വാർത്തയുടെ ഒരു തുമ്പ് കിട്ടിയാൽ മതി അതിൻ്റെ പിറകെ അന്വേഷിച്ചു പോയി, പ്രത്യേകിച്ച് പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനകളും പിന്തുണകളോടും കൂടി ആ കുട്ടിയൊക്കെ ഇന്ന് ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ, അത്തരത്തിലുള്ള ഒരുപാട് കുട്ടികൾ നമുക്കിടയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താനും അത്തരത്തിലുള്ള ആളുകൾ കൂടെ പഠിക്കുമ്പോൾ അവരെയൊക്കെ ചേർത്ത് നിർത്താനും അവർക്ക് ആവശ്യമായ പണം കൊണ്ടല്ലെങ്കിൽ ഒരു തലോടൽ കൊണ്ടല്ലെങ്കിലും അവർക്കൊക്കെ ഒരു സ്നേഹം പകർന്നു നൽകാനും കഴിയുന്ന രീതിയിൽ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആളുകളായി നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ദൗത്യം കൂടിയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിന് ഏറ്റവും നല്ല മാതൃക കാണിച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇതിൻ്റെ പിറവി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥാപനം പിറവിയെടുത്തതും അത്തരം കാര്യങ്ങളിലൂടെ, അത്തരം മാതൃകകളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അഭംഗുരം ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി ഇനിയും ഒരുപാട് തലമുറക്ക് അറിവിൻ്റെ, അക്ഷരത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് അവരെ കൊണ്ടുപോകാനും ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ പരിപാലിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ. അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ഷഫീഖ് മാഷ് ഈ സ്കൂളിൻ്റെ ഒരു നട്ടെല്ലായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ഇവിടെ അധ്യാപകനായി ചുമതല ഏറ്റെടുത്ത അന്ന് മുതൽ സ്കൂളിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക്, ഞങ്ങളെയൊക്കെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് തവണ ഷഫീഖ് മാഷ് വന്ന് കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാഷിക്ക് വേണ്ടിയല്ല, മാഷിയുടെ കുട്ടികൾക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സ്കൂളിന് വേണ്ടിയാണ് എന്നുള്ള ഒരു സന്തോഷം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ അംഗീകാരം ഷഫീഖ് മാഷിക്കും അതുപോലെ തന്നെ സഫിയ ടീച്ചർക്കും ഒക്കെ നിങ്ങൾ നൽകണം. ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി അവരെ നിങ്ങളെല്ലാവരും അവർക്കൊരു ഗംഭീരമായ യാത്രയയപ്പ് ഈ വേദിയിൽ നിങ്ങൾ നൽകണം. കാരണം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിട്ടയർമെന്റ് ജീവിതത്തിൽ ഓർത്തു നിൽക്കാനുള്ള ദിവസങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. നാളെ അവർ പഠിപ്പിച്ചൊരു കുട്ടി റോഡിൽ നിന്ന് കാണുമ്പോൾ ഓടിയെത്തി മാഷേ എന്ന് വിളിച്ച് കയ്യിലൊന്ന് പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം മാത്രമാണ് ഒരു അധ്യാപകന്റെ ജീവിതത്തിൽ കിട്ടാനുള്ളത്. ബാക്കിയുള്ള റിട്ടയർമെന്റ് കാലഘട്ടം വരെ സ്വന്തം കുടുംബത്തിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ഈ സ്ഥാപനത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെന്റും മറ്റ് സഹ അധ്യാപകരും അവർക്ക് കൂടി അർഹിക്കുന്ന പിന്തുണ നൽകണം. റിട്ടയർമെന്റ് ജീവിതത്തിലും ഈ ഒരു സ്ഥാപനത്തിന്റെ, വണ്ടൂരിന്റെ പൊതുവായ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ ഇടപെടലുകളും നടത്താൻ ഷഫീഖ് മാഷിനും സഫിയ ടീച്ചർക്കും കഴിയട്ടെ. അവർക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം മാമാങ്കം 2026 എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി.